പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. റഷീദ് കൂടി ചേരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 30 പേർ മരിച്ചതായിട്ടുള്ള വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. വിമാനത്തിൽ ഉണ്ടായിരുന്ന എയർ ഇന്ത്യയുടെ 787 ഡ്രീം ലൈനറിൽ ഉണ്ടായിരുന്ന 30 പേർ മരിച്ചു എന്നുള്ള പ്രാഥമിക വിവരങ്ങൾ വരുന്നുണ്ട്. ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉൾപ്പെടെയുള്ളവരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിമാനത്തിന് 11 വർഷം പഴക്കമുണ്ടായിരുന്നു. പക്ഷേ 11 വർഷം പഴക്കം ഒരു കാര്യമല്ല എന്നാണ് ഇപ്പോൾ അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ച എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗം മേധാവിയായിരുന്ന GN നായർ പ്രതികരിക്കുകയും ചെയ്തായാലും സാങ്കേതിക തകരാറാണ്, എഞ്ചിനുണ്ടായ തകരാറാണ്. ഉയർന്നപ്പോൾ ലിഫ്റ്റ് ചെയ്യാനുള്ള ശേഷി എഞ്ചിൻ ഉണ്ടായിരുന്നില്ല, അവിടെ തകരാറ് പറ്റിയതാകാം എന്നുള്ള പ്രാഥമിക വിവരങ്ങളാണ് വരുന്നത്. റഷീദ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? സിജു, ഈ അപകടവുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള യാത്രക്കാരെ വിവിധ ആശുപത്രികളിലേക്ക് നേരത്തെ തന്നെ മാറ്റാനുള്ള തുടർ നടപടികൾ സേനാ വിഭാഗത്തിന്റെയും അതോടൊപ്പം പോലീസിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ 30 പേർ മരിച്ചിരിക്കുന്നു എന്ന ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്ത കൂടി പുറത്തു വരികയാണ്. ഈ എണ്ണത്തിൽ ഇനിയും സ്ഥിരീകരണം വരുത്താനുണ്ട്. പ്രാഥമികമായിട്ടുള്ള ഒരു സംഖ്യ മാത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ചില ദേശീയ മാധ്യമങ്ങളും അത്തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുകയാണ്. 242 യാത്രക്കാരുമായാണ് വിമാനം പുറപ്പെട്ടത്. 5 മിനിറ്റകം തന്നെ ഇത് നിലംപൊത്തുകയായിരുന്നു. ഇതിൽ 30 പേർ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വാർത്ത കൂടി വരികയാണ്. കൂടുതൽ മരണസംഖ്യ ഉയർന്നേക്കാം എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ ഈ വിമാനത്താവള അധികൃതരും എത്തിയിരിക്കുകയാണ്. കാരണം വലിയ അപകടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. 242 യാത്രക്കാരുണ്ടായിരുന്നു. അതോടൊപ്പം ജനവാസ കേന്ദ്രത്തിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ മേഖലയിൽപ്പെട്ട ആളുകൾക്കും അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നൊരു പ്രാഥമിക നിഗമനം ഇപ്പോൾ അഗ്നിരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുള്ള ആളുകളുടെ മരണസംഖ്യ ഉയർന്നേക്കാം എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ സേനാ വിഭാഗങ്ങളും അതോടൊപ്പം മറ്റു അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. നിലവിൽ 30 പേർ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതിൽ ഇനിയും ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. കാരണം നിരവധിയായിട്ടുള്ള ആളുകൾ സഞ്ചരിച്ചിട്ടുള്ള ഒരു വിമാനമാണ്. 30 മരണമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും 1:40 അടുത്താണ് ഈ വിമാനം ലണ്ടനിലേക്ക് പുറപ്പെട്ടത്. പിന്നാലെ 5 മിനിറ്റിനകം തന്നെ വിമാനം പൊടുന്നനെ നിലംപൊത്തുകയായിരുന്നു. പിന്നീട് വലിയ തീഗോളം ഈ പ്രദേശത്തൊക്കെ തന്നെയും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സമീപത്തുള്ള ഫ്ളാറ്റ് സമുച്ചയത്തിന് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള ആളുകളെ ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അഹമ്മദാബാദിലെ ആശുപത്രിയിലേക്കും അതോടൊപ്പം സമീപത്തുള്ള മറ്റു മേഖലകളിലുള്ള ആശുപത്രികളിലേക്കുമാണ് ഈ പരിക്കേറ്റവരെ അടക്കമുള്ള ആളുകളെ മാറ്റിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ പുറത്തു വരികയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ 30 പേർ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രാഥമിക വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതേസമയം ഈ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നുള്ളൊരു ആശങ്ക കൂടി എല്ലാവരും പങ്കുവെക്കുന്നുണ്ട്. പ്രധാനമായും വലിയ അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 242 യാത്രക്കാരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം ജനവാസ കേന്ദ്രം കൂടി ആയതിനാൽ തന്നെ വലിയ ആശങ്കയിലാണ് ഇപ്പോൾ ഈ മേഖലയിൽ ഉള്ളത് എന്ന് കൂടി നമുക്ക് വിലയിരുത്താവുന്നതാണ്. എന്തായാലും നിലവിൽ 30 പേർ മരണപ്പെട്ടിരിക്കുന്നു എന്ന ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വരികയാണ്. അതോടൊപ്പം ഈ വിമാനം തകർന്നു വീണിട്ടുള്ള ഈ ഫ്ളാറ്റ് സമുച്ചയത്തിന് പൂർണ്ണമായും തീപിടിച്ചിട്ടുണ്ട്. ഈ ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഏതെങ്കിലും ആളുകൾ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ അഗ്നിരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വലിയ ഒരു കെട്ടിട സമുച്ചയത്തിന് സമീപമാണ് ഈ വിമാനം തകർന്നു വീണത്. ഈ കെട്ടിട സമുച്ചയം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെയും പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് വിമാന അപകടത്തിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വലിയ ആശങ്ക നിലനിൽക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കൂടുതൽ സംഘങ്ങളെ, സേനാ വിഭാഗങ്ങളെ ഈ അഹമ്മദാബാദിലേക്ക് അയക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്രം പ്രധാനമായും കടന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിവിൽ വ്യോമയാന മന്ത്രിയുമായിട്ട് ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡുമായി ഇപ്പോൾ സംസാരിക്കുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം രക്ഷാപ്രവർത്തനങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഇടപെടൽ വേണം
നടത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. അത്തരത്തിൽ നേരത്തെ തന്നെ NDRFന്റെ 90 അംഗ സംഘത്തെ അഹമ്മദാബാദിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ചില വിദഗ്ധ സമിതിയെയും ഇപ്പോൾ അഹമ്മദാബാദിലേക്ക് അയക്കുകയാണ്. ഈ സംഘത്തോടൊപ്പം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഡയറക്ടർ ജനറൽ കൂടി ഈ സംഘത്തിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും